ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് ആദിത്യ. കോയമ്പത്തൂരാണ് നമ്മുടെ കോളേജ് വരുന്നത്. എന്റെ കൂടെയുള്ള 2 സ്റ്റുഡൻസ് ആണ് MLT സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ശ്രീമയി എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരുകാരിയാണ് കേട്ടോ ശ്രീമയി. ഇനി അടുത്തത് ഷംലി വരുന്നത് നമ്മുടെ മലപ്പുറംകാരിയാണ്. അപ്പൊ രണ്ടുപേരോടും ഞാൻ ആദ്യമേ ചോദിച്ചു എങ്ങനെയുണ്ട് കോളേജ് എന്ന് പറയുമ്പോൾ കോളേജ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. വേറെ ഒന്നും പറയാനില്ല അവർക്ക്. ഫാക്കൽറ്റീസിനെയൊക്കെ പറ്റിയിട്ടാണെങ്കിലും അത്രയും നല്ല ഇതാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇന്ന്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അല്ലേ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ആദിത്യനെ പറ്റി കേൾക്കുന്നത്? എനിക്കിങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു തന്നാണ് കോളേജ് അടിപൊളിയാണ്. അടിപൊളിയാണെന്നല്ലേ? ഓക്കെ, അങ്ങനെയാണ് പിന്നെ ഇവിടെ മലയാളി സ്റ്റുഡൻസ് കൂടുതലുള്ളത് ഇവിടെയാണ്. മലയാളി അപ്പൊ സ്റ്റുഡൻസ്. അങ്ങനെ വന്നതാ. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂര് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. കോയമ്പത്തൂര് തന്നെ പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോളേജ്, മലയാളീസ് കൂടുതലുള്ള ഒരു കോളേജാണ്. കോയമ്പത്തൂർ തന്നെ ബെസ്റ്റ് കോളേജ് തന്നെയാണ് ഇതെന്നാണ് എന്നോട് ഞാൻ സംസാരിച്ച പല ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസും പറഞ്ഞേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ നിൽക്കുന്നത്? അതെ, ഒരു റൂമിലാണ്. ഒരു റൂമിലാണല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാണ്. റൂമിൽ എത്ര പേര് വരുന്നുണ്ട്? 4 പേരാണ് റൂമിൽ. ഓക്കെ ഓക്കെ. നമുക്ക് ഡോർമെട്രി ആണെന്നുണ്ടെങ്കിൽ അതുണ്ട്, ഫോർ ഷെയറിംഗ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുഡിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞേ നമുക്ക്. ഫുഡ് ബെസ്റ്റ് ആണ്, കാരണം നമുക്ക് മലയാളീസിന് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കേരള ഫുഡ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കേരള റൈസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒക്കെ എല്ലാം അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗേൾസ് ഇങ്ങനെ പറയാറുണ്ട്, സേഫ് ആണോ ക്യാമ്പസ്, സേഫ് ആണോ? ഓഫ് കോഴ്സ് നല്ല സേഫ് ആണ്. നമ്മുടെ ഹോസ്റ്റല് ഡെഫിനറ്റ്ലി സേഫ് തന്നെയാണ്. നമുക്ക് വാർഡൻ ഉണ്ട്. നമുക്ക് ഇനി പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും പെർമിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാർഡന്റെ കയ്യിൽ നിന്ന് ഔട്ട് പാസ് ഒക്കെ വേണ്ടി നമുക്ക് പുറത്ത് പോകാൻ പറ്റും. ഔട്ടിംഗ് ഒക്കെ തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരുന്നൊരു തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ചെയ്തു തരുന്ന ആളാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും അത് മാറ്റി തരും. ചെയ്തു തരുന്നതാണ്. അത്രയും ഇതായിട്ടാണ് കേട്ടോ സ്റ്റുഡൻസ് പറയുന്നത്. കാരണം അവരുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസ് ആണെന്നുണ്ടെങ്കിലും കോളേജ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നത് തന്നെയാണ് അവർ പറയുന്നത്. ഞാൻ വരുന്ന സമയത്ത് എന്തോ കൾച്ചറൽ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലോണം ഉണ്ട് പ്രോഗ്രാംസ്, കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവ് അല്ലാത്ത സ്റ്റുഡൻസ് വരെ ഭയങ്കര ആക്റ്റീവ് ആണ്. അവരിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നടക്കുവാണ്. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് അടിപൊളിയാണെന്നാണ് പറയുന്നത്. കാരണം കോളേജിൽ കയറിയിട്ട് ആരും ഒരു നെഗറ്റീവ് പറഞ്ഞ് കേൾക്കാത്ത ഒരു കോളേജ് തന്നെയാണ് ആദിത്യ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ തന്നെ സ്റ്റുഡൻസ് തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അവരെ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കോളേജ് എന്ന് പറഞ്ഞപ്പോൾ അടിപൊളിയാണ്, അടിപൊളി ഒരു ചോയ്സ് ആയിരുന്നു തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ വീട്ടിലേക്ക് എപ്പോഴാ പോകുന്നത്? വീട്ടില് നമുക്ക് ഉണ്ടാവലുണ്ട് ലീവൊക്കെ. ഓരോ ഫെസ്റ്റിവൽസിനൊക്കെ മിക്ക നമുക്ക് ലീവ് കിട്ടാറുണ്ടല്ലേ? അങ്ങനെ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്കൊരു വീട്ടിൽ പോകുന്നതിനേക്കാൾ ചിലപ്പോൾ കോളേജിലേക്ക് വരാനുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. ഫ്രണ്ട്സിനെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഹോസ്റ്റലിൽ തിരിച്ചു വരാൻ. 2 ദിവസമൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനൊക്കെ തോന്നുന്നത്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? സെയിം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വിശേഷം. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വിശേഷം നമുക്ക് കേൾക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവർക്ക് ഇവന്റ്സ് ഒക്കെ ഉണ്ട്, ഇവരെ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് തന്ന ടൈമിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു രണ്ടുപേർക്കും. അപ്പൊ രണ്ടുപേരും നന്നോണം പഠിച്ചാടിപൊളിയാവട്ടെ. ഓക്കെടാ, താങ്ക് യു.